ഹലോ ചെങ്ങൈമാരെ, സുഖം എല്ലാവർക്കും. തനിനാടൻ ഇംഗ്ലീഷിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് യു ഹേർഡ് ഓഫ് ചർക്കി ദാദ്രി? ഹാവ് യു ഹേർഡ് ഓഫ് ചർക്കി ദാദ്രി? ചർക്കി ദാദ്രിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെ സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ഹാവ് യു ഹേർഡ് ഓഫ് എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് അർത്ഥം. ഹാവ് യു ഹേർഡ് ഓഫ് മഹാത്മാഗാന്ധി? ഹാവ് യു ഹേർഡ് ഓഫ് അമേരിക്ക? എന്തും നിങ്ങളെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക നമ്മൾ ഹാവ് യു ഹേർഡ് ഓഫ് എന്നാണ്. ഓക്കെ, ബൈ ദ വേ, നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്, കാരണം നമ്മുടെ നാട്ടില് നമ്മുടെ കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ലാൻഡ് ചെയ്ത സമയത്ത് ഉണ്ടായ ആക്സിഡന്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുപോലെയല്ല, അതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു മിഡ് എയർ കൊലീഷൻ. എന്താ കൊലീഷൻ എന്ന് വെച്ചാൽ കെമിസ്ട്രി ഒക്കെ പഠിച്ച, ഫിസിക്സ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. കൊലൈഡിയ എന്ന് വെച്ചാൽ എന്താ? കൂട്ടിമുട്ടുക. മിഡ് എയർ കൊലീഷൻ വെറുതെ കൂട്ടിമുട്ടിയതല്ല, ആകാശത്ത് വെച്ചിട്ട് രണ്ട് വിമാനങ്ങൾ കൂട്ടിയിടിച്ചിട്ട് ഭയങ്കര വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. അതിനിപ്പോ 25 വർഷം തികയാൻ പോവാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയല്ല, റിയാലിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ചർക്കി ദാദ്രി ഹരിയാനയിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. എ സ്മോൾ വില്ലേജ് ആണ് ചർക്കി ദാദ്രി. നിറയെ ഗോതമ്പ് വയലുകളും വീറ്റ് ഫീൽഡ്സ്, അതുപോലെ തന്നെ കടുക് പാടങ്ങളും മസ്റ്റർഡ് ഫീൽഡ്സ് അല്ലെ, അതൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ചെറിയ ഗ്രാമം. അപ്പൊ ചർക്കി ദാദ്രിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയോ? നമ്മുടെ ഈ ഒരു ഇവന്റില്, അതായത് അതിന്റെ ആകാശത്ത് വെച്ചിട്ടാണ് ലോകത്തിലെ തന്നെ ദ വേൾഡ്സ് ഡെഡ്ലി എന്ന് വെച്ചാൽ എന്താ? അതിഭീകരമായിട്ടുള്ള മിഡ് എയർ കൊലീഷൻ, അതായത് ആകാശത്ത് വെച്ചിട്ട് കൂട്ടിയിടിച്ചില്ലേ, അത് സംഭവിച്ചത് ചർക്കി ദാദ്രിയുടെ ആകാശത്ത് വെച്ചിട്ടാണ്. ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് 25 years now. 25 വർഷമാകാൻ പോകുന്നു. വി ആർ കമ്മമറേറ്റിംഗ് എന്ന് വെച്ചാൽ അനുസ്മരിക്കുകയാണ്. കമ്മമറേറ്റിംഗ് 25th ആനിവേഴ്സറി അടുത്ത വർഷം. ഈ ഒരു മഹാദുരന്തത്തിന്റെ 25 ആണ്ട് തികയാൻ പോവുകയാണ്. 1996 November 12. ഇറ്റ് വാസ് എ യൂഷ്വൽ ഡേ എന്ന് വെച്ചാൽ എന്താ? സാധാരണ ഒരു ദിവസമായിരുന്നു. ഒരു മഹാദുരന്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതായത് ഇന്ന് നമുക്കൊരു ട്രാജഡി സംഭവിക്കുമെന്ന് നമുക്ക് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ലൈഫ് വിൽ ബി ഡിഫറെന്റ് അല്ലേ? ജീവിതം മറ്റൊന്നായനെ. നമ്മൾ ആ വഴി ചൂസ് ചെയ്യില്ല ഒരിക്കലും. പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഒരു മഹാദുരന്തത്തിലേക്കാണ് നമ്മൾ നമ്മുടെ പെട്ടിയും ഭാണ്ഡവും ഒക്കെ ഒരുക്കിയിട്ട് പോകാൻ പോകുന്നതെന്ന്. ഇന്റർനാഷണൽ എയർപോർട്ട്, ന്യൂഡൽഹി. ഓക്കെ, അവിടെ ആളുകൾ അവരുടെ യൂഷ്വൽ പ്രൊസീജിയേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. എമിഗ്രേഷൻ ക്ലിയറൻസ് നടത്തുന്നുണ്ട്, സെക്യൂരിറ്റി ചെക്ക് നടക്കുന്നുണ്ട്, ബാഗേജസ് തൂക്കുന്നുണ്ട്, എല്ലാം അതിന് മുറ പോലെ നടക്കുന്നുണ്ട്. ടൈം ഇസ് 6:30 ഈവനിങ്, 6:30 വൈകുന്നേരം. പാസഞ്ചേഴ്സ് എല്ലാവരും ലൈൻ നിന്നിട്ട് കയറി തുടങ്ങി. സൗദി എയർലൈൻസിലാണ് കയറുന്നത്. സൗദി അറേബ്യയിലെ ഡെഹ്റാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. 266 പാസഞ്ചേഴ്സ് ആർ ഓൺ ബോർഡ് നൗ. ഓൺ ബോർഡ് എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, ബോഡി എന്ന് വെച്ചാൽ കയറുക. അത് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് ഇഷ്യൂ ചെയ്തു തരുന്നതാണ് ബോർഡിംഗ് പാസ്. കേട്ടില്ലേ? ബോർഡിംഗ് പാസ് അല്ല, ബോർഡിംഗ് പാസ്. ഓക്കെ, അപ്പൊ ബോർഡിംഗ് പാസ് എടുത്തിട്ട് 266 ആൾക്കാർ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ 23 ക്രൂ മെമ്പേഴ്സും ഉണ്ട്. ക്രൂ എന്ന് വെച്ചാൽ ആരാ? എയർലൈനിൽ സ്റ്റാഫ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, അവരാണ് ക്രൂ. അപ്പോൾ 23 ക്രൂ മെമ്പേഴ്സും കയറിയിട്ടുണ്ട്. 289 ആണ് ടോട്ടൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എയർലൈൻ ക്രൂവിനെ നമ്മൾ എയർ ഹോസ്റ്റസ് എന്ന് വിളിക്കാറുണ്ട്, ഫ്ലൈറ്റ് സ്റ്റിവാർഡ് എന്ന് വിളിക്കാറുണ്ട്, അതുപോലെ തന്നെ ക്യാബിൻ ക്രൂ എന്നൊക്കെ വിളിക്കും അല്ലെ. അപ്പം ടോട്ടൽ 289 ആൾക്കാർ അവരുടെ പ്രതീക്ഷകളും പേറി പറക്കാൻ പോവുകയാണ്. ഈ സൗദിയിലേക്ക് പോകുന്ന ആൾക്കാരിൽ അധികവും ഭൂരിഭാഗവും മിഡിൽ ക്ലാസ്, അതായത് മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരുടെ പ്രതീക്ഷകളുടെ, സ്വപ്നങ്ങളുടെ ചിറകിലേറിയിട്ടാണ് പറക്കാൻ പോകുന്നത്. പക്ഷെ അവരാരും അറിയുന്നില്ല, വിതിൻ ഫ്യൂ മിനിറ്റ്സ് അവരുടെ എല്ലാവരുടെയും ജീവിതം നഷ്ടപ്പെടാൻ പോവാന്നുള്ളത് അവരാരും അറിഞ്ഞിരുന്നില്ല. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ടേക്ക് ഓഫ് ചെയ്യാന്നറിയാലോ, ഇങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി. അതിന് ഒരു ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ? ഉയരങ്ങൾ അല്ലെ. അപ്പൊ ഫ്ലൈറ്റിന് പറക്കുന്നതിന് വെറുതെ ഇഷ്ടംപോലെ ആകാശം ഉണ്ടല്ലോ, ഏത് വഴിക്ക് വേണമെങ്കിലും പറക്കാം, അങ്ങനെയൊന്നല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള സർട്ടൻ ആൾട്ടിറ്റ്യൂഡ്സ് ഉണ്ട്, അതിലൂടെ മാത്രമേ പോകാൻ പറ്റൂ. അത് കൺട്രോൾ ചെയ്യുന്നത് എയർ ട്രാഫിക് കൺട്രോളറാണ്. അത് കൺട്രോൾ ചെയ്യും. കണ്ടില്ലേ? എയർപോർട്ടിന്റെ ഒക്കെ അടുത്ത് ഒരു വലിയ ഒരു ടവർ പോലെ, ഒരു വാട്ടർ ടാങ്കിനൊക്കെ പോലെ ഷേപ്പിൽ, ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ചുറ്റുപാടും ഗ്ലാസുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും. അതാണ് എയർ ട്രാഫിക് കൺട്രോളറിന്റെ ഓഫീസ്. അദ്ദേഹമാണ് ഓരോ ഫ്ലൈറ്റിനും ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും ഒക്കെ ഉള്ള സിഗ്നൽസും അതുപോലെ തന്നെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നത് ആ ഓഫീസിൽ വെച്ചിട്ടാണ്.
ഓക്കെ, മിസ്റ്റർ VK ദത്ത അദ്ദേഹമാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിട്ടുള്ള എയർ ട്രാഫിക് കൺട്രോളർ. സോ അദ്ദേഹം സൗദി എയർലൈൻസിന് ടേക്ക് ഓഫിനുള്ള അനുമതി കൊടുത്തു. ഇറ്റ് വാസ് എ റുട്ടീൻ ടേക്ക് ഓഫ്, അതായത് സാധാരണ ഒരു ടേക്ക് ഓഫ് ആയിരുന്നു. യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല, അടിപൊളിയായിട്ട് വളരെ ഈസി ആയിട്ട് പൈലറ്റ് ടേക്ക് ഓഫ് നടത്തി. യാത്രക്കാരെല്ലാം സീറ്റ് ബെൽറ്റിൽ തന്നെ ഇരിക്കുകയാണ്, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം ഓൾട്ടിറ്റ്യൂഡ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ, ലെവലായിട്ടില്ല, ഓൾട്ടിറ്റ്യൂഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എടുത്ത് 5000 10,000 14,000 ഫീറ്റിലെത്തി, 14,000 അടി ഉയരത്തിലെത്തി. ഓക്കെ, അതേ സമയമാണ് നമ്മുടെ ഡൽഹി എയർപോർട്ടിലേക്ക് കസാഖിസ്ഥാൻ എയർലൈൻസ് ലാൻഡിങ്ങിന് വേണ്ടി അനുമതി തേടിയത്. ലാൻഡിങ് ചെയ്യണം, അതായത് സൗദി എയർലൈൻസ് ഇപ്പം ടേക്ക് ഓഫ് ആണ് ചെയ്യുന്നത്, അതേസമയം കസാഖിസ്ഥാൻ എയർലൈൻസിന് ലാൻഡിംഗ് ആണ് വേണ്ടത്. അതും നമ്മുടെ ATCയിലേക്കാണ് പോവുക. ATC എന്ന് വെച്ചാൽ എയർ ട്രാഫിക് കൺട്രോളറുടെ അടുത്തേക്കാണ് ആ ഒരു സിഗ്നലും പാസ് ചെയ്യുക. അപ്പം അദ്ദേഹം നോക്കുന്ന സമയത്ത് ക്ലിയർ ആണ്, കുഴപ്പമില്ല. കാരണം സൗദി എയർലൈൻസ് 14,000 ഉള്ളത്, ഇപ്പം അവരാണെങ്കിലോ കുറച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡിലാണുള്ളത്. അപ്പോൾ കസാഖിസ്ഥാൻ എയർലൈൻസിനോട് ലാൻഡിങ്ങിനുള്ള അനുമതി കൊടുത്തു. അവരിങ്ങനെ 15,000 ആൾട്ടിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അവരോട്. ഓക്കെ, അപ്പം 14,000 ആരുണ്ട്? സൗദി എയർലൈൻസ് ഉണ്ട്. 15,000 ആൾട്ടിറ്റ്യൂഡിൽ ആരുണ്ട്? കസാഖിസ്ഥാൻ എയർലൈൻസും ഉണ്ട്. 5 minutes, 5 നിമിഷമേ ഇനി ബാക്കിയുള്ളൂ കേട്ടോ. ആർക്ക്? നമുക്കല്ല, ആ 2 വിമാനങ്ങളിലുള്ള എല്ലാ മനുഷ്യരുടെയും ആയുസിന് ഇനി 5 മിനിറ്റിന്റെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് നമ്മളിപ്പോ പറഞ്ഞു 1000 അടിയുടെ ഡിഫറൻസിൽ 2 വിമാനങ്ങളുണ്ട്. ഈസി ആയിട്ട് കടന്നു പോകാം. 1000 അടിയുടെ ഇടയിലൂടെ ഒരു വിമാനത്തിനല്ല 10 വിമാനത്തിന് വേണമെങ്കിൽ ഈ 1000 അടിയിലൂടെ കടന്നു പോകാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പോൾ ATCയിൽ നിന്ന് 2 പേർക്ക് നിർദ്ദേശം നൽകി ആൾട്ടിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കീപ്പ് ചെയ്തോളാൻ പറഞ്ഞു. ഓക്കെ, അപ്പം എന്താ ചെയ്തത്? കസാഖിസ്ഥാൻ എയർലൈൻസിനോട് ഈ ഒരു 1000 അടി മതിയാവില്ല എന്ന് കണ്ടിട്ട് VK ദത്ത അവരോട് അസെൻഡ് ചെയ്യാൻ പറഞ്ഞു. അസെൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ക്ലൈംബ് ചെയ്യാൻ, അതായത് 15,000 എന്നുള്ളത് കുറച്ചുകൂടി മുകളിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഓക്കെ, പക്ഷേ ആക്ച്വലി ഈ 15,000 അടിയിലാണ് എന്ന് പറഞ്ഞ കസാഖിസ്ഥാൻ എയർലൈൻസ് ആക്ച്വലി 15,000 ഉണ്ടായിരുന്നത്. ഓൾറെഡി 14,500, 14,500 താഴെയായിരുന്നു ഓൾറെഡി അവരുടെ നിലയുണ്ടായിരുന്നത്. അവരുടെ വിചാരം അവർ 15,000 ഉള്ളത് എന്നാണ്. ഓക്കെ, ആക്ച്വലി അത് 14,500 താഴെയായിരുന്നു. അപ്പോഴാണ് VK ദത്ത ശ്രദ്ധിക്കുന്നത് 2 പോയിന്റ്സ് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതായിട്ട് കണ്ടത്. സോ ഇനി ടൈമില്ല, പാനിക്കിംഗ് സിറ്റുവേഷൻ. അതായത് എന്ത് ചെയ്യാനാ? ഈ ഫ്ലൈറ്റിന്റെ സ്പീഡ് എത്രയാണെന്നറിയോ? ഇറ്റ്സ് ഓൾമോസ്റ്റ് 450 km/h ഈ ഫ്ലൈറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് അത് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഫോഴ്സ് എന്ന് 450 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അതൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞാല് അതെന്ന് വെച്ചാൽ 700 മടങ്ങ് ഒരു കാറ് നമ്മളെ ഇടിച്ചാൽ എങ്ങനെ, ഒരു സ്പീഡിൽ വരുന്ന ഒരു കാറ് നമ്മളെ ഇടിക്കില്ലേ, ആ ഇടിക്കുന്നതിന്റെ 700 times അത്രയും ശക്തമായിരിക്കും ആ ഒരു കൊളീഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുക. ശ്രദ്ധിക്കണം, 2 വിമാനവും നല്ല വേഗതയിലാണ് വരുന്നത്. 60 seconds, ഇനി 60 സെക്കൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവരുടെ ജീവിതം അവസാനിക്കാൻ. ആ പെട്ടെന്നാണ് കസാഖിസ്ഥാൻ എയർലൈൻസിന് സിഗ്നൽ വാർണിംഗ് കാണുന്നത്, തൊട്ടടുത്ത് എവിടെയോ ഫ്ലൈറ്റ് ഉണ്ടെന്ന്. അപ്പൊ അവർ 4 പാട് നോക്കി, എവിടെയും ഫ്ലൈറ്റ് കാണുന്നില്ല. പക്ഷെ 2 പേർക്കും അലേർട്ട് കിട്ടുന്നുണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്. അപ്പൊ കസാഖിസ്ഥാനോട് പറഞ്ഞു എസെന്റ്, അതായത് മുകളിലേക്ക് എന്ന്. അപ്പൊ പക്ഷെ അതിലുള്ള കസാഖിസ്ഥാൻ എയർലൈൻസിലെ പൈലറ്റ്സിന് ഇംഗ്ലീഷ് അത്ര വശമുണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹത്തിന്റെ ധാരണ എന്ന് വെച്ചാൽ താഴ്ത്താനാണെന്ന്. സോ അവർ ആൾട്ടിറ്റ്യൂഡ് താഴ്ത്തിയ സമയത്ത് എന്താ, ഓൾറെഡി താഴ്ന്ന ആൾട്ടിറ്റ്യൂഡ് 14,000 നമ്മുടെ സൗദി എയർലൈൻസ് പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ കസാഖിസ്ഥാൻ എയർലൈൻസും 14 വന്നു. ഓക്കെ, അപ്പൊ ഇനി 30 seconds മാത്രമേ ബാക്കിയുള്ളൂ. 30 seconds, 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഇനി ബാക്കി. VK ദത്ത ആവുന്നത്ര കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കസാഖിസ്ഥാൻ എയർലൈൻസുമായി. പക്ഷേ പൈലറ്റ്സ് ഒക്കെ ചിലപ്പോൾ പാനിക്ഡ് ആയിട്ടുണ്ടാവും, സിറ്റുവേഷൻ വേഴ്സ് ആണെന്ന് അവർക്ക് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും. അവരാരും റെസ്പോണ്ട് ചെയ്തില്ല. ഇദ്ദേഹം മാറി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. കാരണം അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള സിസ്റ്റത്തിൽ അദ്ദേഹത്തിന് 2 ഡോട്ടുകൾ ഇങ്ങനെ നീങ്ങി അടുത്തേക്ക് പോകുന്നത് കണ്ടു. അപ്പോഴാണ് അദ്ദേഹത്തിന് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുള്ളത്. സോ അദ്ദേഹം ആകെ ഷോക്ക്ഡായി. കാരണം ഏത് നിമിഷവും ഒരു അപകടം സംഭവിക്കാം. ഫ്ലൈറ്റ് ആണ്, കാറല്ല, ജീപ്പല്ല, ബസ്സല്ല, ലോറിയല്ല. 450 അതിനേക്കാളും കൂടുതൽ വേഗത്തിലാണ്, 450 mile/hour കൂടുതൽ വേഗത്തിലാണ് പോകുന്നത്. അതായത് അതിങ്ങനെ തട്ടുകയാണെങ്കിൽ നോർമലി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഒരു കാർ ഹൈ സ്പീഡിൽ പോകുന്ന ഒരു കാർ ഇടിക്കുന്നതിനേക്കാളും 700 മടങ്ങ് ശക്തി ഉണ്ടാവും അതിന്റെ ഒരു ഇടുക്കി. ഓർമ്മിക്കണം. ഓക്കെ, അപ്പൊ അത്രയും വേഗതയിൽ പോകുന്ന ഒരു വിമാനത്തിന് 30 seconds കൊണ്ട് കൺട്രോൾ ചെയ്യാന്നുള്ളത് അസംഭവ്യമാണ്. പക്ഷെ എന്നാലും
എങ്ങനെയെങ്കിലും അവർക്ക് ഒരു അലേർട്ട്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അവരോട് ആൾട്ടിറ്റ്യൂഡ് ഡിസെൻഡ് ചെയ്യൂ അല്ലെങ്കിൽ അസെൻഡ് ചെയ്യൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. അസെൻഡ് ചെയ്യൂ, ഒരാളോട് അസെൻഡ് ചെയ്യാനും മറ്റൊരാളോട് ഡിസെൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കസാഖിസ്ഥാൻ എയർലൈൻസിലെ പൈലറ്റ്സിന് ഇംഗ്ലീഷ് അത്ര വശമുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അവർ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരുന്നു. അസെൻഡിങ് ഡിസെൻഡിങ് ഈ വേർഡ് അവർക്ക് കൺഫ്യൂസിംഗ് ആണ്. അസെൻഡ് ചെയ്യാന്ന് വെച്ചാൽ മുകളിലേക്ക് പോകുക, ഡിസെൻഡ് വെച്ചാൽ താഴേക്ക് പോവുക. അതുപോലെ തന്നെ അവരുടെ വേഗത അളക്കുന്നത് കിലോമീറ്ററിലും അതുപോലെ തന്നെ മൈലിലുമാണ്. പക്ഷെ നമ്മൾ ഇവിടെ അളക്കുന്നത് നോട്ടിക്കൽ മൈൽസിലാണ്. അപ്പൊ അതിന്റെ കൺവേർഷൻസിലും അതിലെ ആൾട്ടിറ്റ്യൂഡ് അളക്കുന്നതിലൊക്കെ ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, 30 സെക്കൻഡ്സേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ലാസ്റ്റ് മൊമെന്റിൽ അവർക്ക് മനസ്സിലായി അടുത്ത് എവിടെയോ ഫ്ലൈറ്റ് പോകുന്നുണ്ട് എന്നുള്ള അലേർട്ട്നെസ്, അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു അലേർട്ട്നെസ് അവർക്ക് വന്ന സമയത്ത് അവർ അവരുടെ ഗിയർ പുള്ള് ചെയ്തിട്ട് മാക്സിമം ഒന്ന് പൊക്കാൻ ശ്രമിച്ചു. മാക്സിമം അവർ പവർ എടുത്തിട്ട് അവരുടെ ഗിയർ പുള്ള് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാ, അലാസ് എന്ന് വെച്ചാൽ എന്താ, കഷ്ടം. അതായത് ഈ ഒരു ദുരന്തം സംഭവിച്ചു. കസാഖിസ്ഥാൻ എയർലൈൻസിന്റെ ടെയില് സൗദി എയർലൈൻസിന്റെ ലെഫ്റ്റ് വിങ്ങുമായിട്ട് തട്ടി. അതാ ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്പീഡ് ഓർക്കണം നിങ്ങൾ. അത്രയും സ്പീഡിൽ പോകുന്ന ഒരു ഫ്ലൈറ്റിന് എന്ന് വെച്ചാൽ ഒരു പക്ഷിയുടെ ചിറകടിച്ചാൽ പോലും അത് അപകടത്തിൽപ്പെടും. അപ്പോൾ നിങ്ങൾ ഓർക്ക് 2 വിമാനങ്ങൾ ഇത്രയും വലിയ ആകാശത്ത്, ഇത്രയും വലിയ സ്പേസ് ഉള്ള ആകാശത്ത് 2 വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഇത്രയും നാരോ ആയിട്ടുള്ള സ്ഥലമേ ഉള്ളോ നമ്മൾ അതിശയിച്ചു പോകും അല്ലെ. എന്തായാലും കൊളീഷൻ സംഭവിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ഡെഡ്ലിയസ്റ്റ് അല്ലെങ്കിൽ വേഴ്സ്റ്റ് ആയിട്ടുള്ള എയർലൈൻ ആക്സിഡന്റ് ആണ്. അതായത് മിഡ് എയർ കൊളീഷൻ ആണിത്. അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്ന ഒരു മിഡ് എയർ കൊളീഷൻ ആണിത്. ഓക്കെ, അപ്പം വൈകുന്നേര സമയമാണ്, ഒരു 6:30-7 മണിയായ സമയത്താണ് ആകാശത്ത് നിന്ന് വലിയ തീഗോളങ്ങൾ വലിയ ശബ്ദത്തോടു കൂടി പതിക്കുന്നത് ചർക്കിദാദിലുള്ള വില്ലേജസ് കാണുന്നത്. അവർക്കിതൊരു പുതിയ കാഴ്ചയായിരുന്നു. നവംബറാണ്, ദീപാവലിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ അവർ ചിന്തിച്ചു എന്താണ് ഇങ്ങനത്തെ ഒരു തീഗോളം വരുന്നത്. അപ്പോൾ വലിയ, അതായത് 2 വിമാനത്തിന്റെ ഡെബ്രിസ് വെച്ച അവശിഷ്ടങ്ങളാണ് 10-20 കിലോമീറ്റർ ദൂരങ്ങളിലേക്ക്, അതായത് ഗോതമ്പ് വയലിലേക്ക് ഇങ്ങനെ പെയ്ത് വീണത്. ഇരുമ്പും അതുപോലെ തന്നെ ലോഹങ്ങളൊക്കെ ഉരുകി ഒലിച്ച് മനുഷ്യന്റെ കൈകാലുകളും തലയോട്ടിയും ഒക്കെ ഇങ്ങനെ മാറി മാറി വീണുകൊണ്ടേയിരിക്കുകയാണ്. യു ഷുഡ് തിങ്ക് അബൌട്ട് ദാറ്റ് സിറ്റുവേഷൻ. എത്ര ഭീകരമായിരിക്കും ഒരു സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ 2 ഫ്ലൈറ്റിൽ മുഴുവൻ പാസഞ്ചേഴ്സ്, മുഴുവൻ ക്രൂ മരിച്ചു. അതായത് ആൾക്കാർ, നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൽ ഉണ്ടായ സമയത്ത് നാട്ടുകാർ ഓടിക്കൂടിയില്ല, അതുപോലെ അവിടുത്തെ നാട്ടുകാർ ഓടിക്കൂടി ആൾക്കാരൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും 2-3 ആൾക്കാർ ജീവനോടെ കിട്ടി. പക്ഷെ അവരാരും സർവൈവ് ചെയ്തില്ല. കുറച്ച് സമയം മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റിയുള്ളൂ. കാരണം ആ ഒരു ഇടിയുടെ ശക്തി ഉണ്ടല്ലോ, അതില് ആ വേദന നമ്മുടെ തലച്ചോറിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ ആൾക്കാരൊക്കെ തീർന്നു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ഒരു എക്സ്പ്ലോഷനാണ് ആകാശത്തിട്ട് വെച്ചിട്ട് സംഭവിച്ചത്. ഇതാണ് നമ്മുടെ ചർക്കി ദാദ്രി മിഡ് എയർ കൊളീഷൻ. ലോകം മറക്കാൻ ശ്രമിക്കുന്ന ഭീകരമായിട്ടുള്ള, ലോകത്തെ തന്നെ നടുക്കിയിട്ടുള്ള ഒരു മിഡ് എയർ കൊളീഷനാണിത്. ഇപ്പൊ 25 വർഷമാകാൻ പോകുന്നു. അതിൽ തന്നെ ഉണ്ടായിരുന്നു 10-ലധികം മലയാളികൾ ആ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ ആ കൊളീഷനിൽ. അപ്പൊ ഇതുപോലത്തെ ഡിസാസ്റ്റേഴ്സ്, ഇതുപോലത്തെ ട്രാജഡികൾ ഈ ലോകത്തിന് ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ അംബീഷൻസ് ഒക്കെയാണ് ഒരൊറ്റ സെക്കൻഡിൽ, അതായത് ആരോടൊന്നും സംസാരിക്കാൻ പോലും പറ്റാതെ, ലാസ്റ്റ് ആയിട്ട് ഒരു വാക്ക് പോലും പറയാൻ പറ്റാതെ ആകാശത്ത് വെച്ചിട്ട് അസ്തമിച്ചു പോയത് അല്ലെ. അപ്പൊ ഈ ഫ്ലൈറ്റില് നമുക്ക് ഒരു ഫ്ലൈറ്റിന്റെ ആക്സിഡന്റ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ലഭിക്കുന്നത് 2 മാർഗത്തില്ല. ബ്ലാക്ക് ബോക്സ് കേട്ടിട്ടുണ്ടോ? വിമാനത്തിന്റെ ഓറഞ്ച് കളറിലാണ് ബ്ലാക്ക് ബോക്സ് ഉണ്ടാവുക, പക്ഷെ ബ്ലാക്ക് ബോക്സ് എന്നാണ് പേര്. അതിൽ തന്നെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ ഉണ്ടാവും, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഉണ്ടാവും. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റിന്റെ എത്ര ആൾട്ടിറ്റ്യൂഡ് പോയി, എങ്ങനെ ടേക്ക് ഓഫ് നടന്നു, എങ്ങനെ ലാൻഡിങ് നടന്നു, എത്ര ഉയരത്തിൽ പറന്നു, എത്ര അതിന്റെ ഫ്യൂവൽ ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിലാണ് ഉണ്ടാവുക. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കും. അതായത് നമ്മുടെ ഭൂമിയും ആകാശവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവൻ അതിൽ റെക്കോർഡ് ചെയ്തിരിക്കും. ATC ലഭിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പൈലറ്റിന്റെ സംസാരം, പൈലറ്റും സഹപൈലറ്റും സംസാരിക്കുന്നത് എല്ലാം അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അതില് സൗദി എയർലൈൻസിന്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഓൺ ചെയ്ത സമയത്ത് ലാസ്റ്റ് ആയിട്ട് കേട്ടത് നമ്മുടെ പൈലറ്റ് ലാ ഇലാഹ ഇല്ലല്ലാ, അതായത് മുസ്ലിംസ് മരിക്കുന്നതിന് മുമ്പ്, അതായത് മരണം കണ്ടു കഴിഞ്ഞാൽ, മരണം തൊട്ട് മുമ്പിലെത്തി, അതായത്
ഇങ്ങനെ കൂപ്പ് കുത്തുകയാണല്ലോ, അതായത് 1000 മൈൽ വേഗത്തിൽ ഇങ്ങനെ അതിശീഘ്രം ഭൂമിയിലേക്ക് പതിക്കുക. അപ്പൊ മരണത്തിനെ അല്ലാതെ ഒന്നും മുമ്പ് കാണാനില്ല. ആ സമയത്ത് ഞാൻ എല്ലാം ദൈവത്തിലേക്ക് അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാം ദൈവത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കൊളീഷനിൽ അയാൾ മരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതുപോലത്തെ ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓൾറൈറ്റ്, അപ്പം പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ വാക്കുകളും പഠിക്കാം. ഓൾറൈറ്റ്, please subscribe my channel. Please do like, share and comment. Have a great day. Thank you.